ഹലോ ഗായ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ബിഗ് ബോസിലൂടെ വന്ന ഒരു താരമായിരുന്നു നന്ദന, അല്ലെ? വലിയ വീരവാദങ്ങളൊക്കെ മുഴക്കി വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിലേക്ക് കയറിയതാണ്. അതായത് ജാസ്മിൻ ഗബ്രി ആ ഒരു റിലേഷനൊക്കെ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. പക്ഷെ കയറിയിട്ട് വലിയ ഇതൊന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ സായി, സിജോ, നന്ദന ഈ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യും. ഒരു അനിയത്തിക്കുട്ടി ആങ്ങളമാര് അങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്ത് അട്ടർ ഫ്ലോപ്പായിട്ട് അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നന്ദന. അപ്പൊ അവരുടെ ആ ഒരു എന്താ പറയാ, അനിയത്തി ചേട്ടന്മാരെ ആ ഒരു കോംബോ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ശരിക്കും നമ്മളെയൊക്കെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം, നന്ദന ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല കാര്യമാണ് അല്ലെ? അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹം അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ആ പണപ്പെട്ടി എന്ന് പറയുന്ന ആ ഒരു ടാസ്കിൽ നിന്ന് പൈസ എടുത്ത് പുറത്ത് പോരണമെന്നൊക്കെ ആഗ്രഹമൊക്കെ നന്ദനക്ക് ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷെ അതിനുവേണ്ടി പ്രയത്നിക്കണമായിരുന്നു. അല്ലാതെ അവിടെ പോയിട്ട് ഈ മരവാഴ സായിയുടെ കൂടെയും അതുപോലെ സിജോ ഇടിമേടിച്ചു കൂട്ടുന്ന സിജോയുടെയും കൂടെ കൂടിയിട്ട് അവിടെ ഒരു എന്താ പറയാ, വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഗെയിം കളിച്ചതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് വെറുപ്പായി. അങ്ങനെ വോട്ടിംഗ് കുറഞ്ഞിട്ട് നന്ദനയ്ക്ക് പുറത്തേക്ക് പോരേണ്ടി വന്നു. പക്ഷെ നമ്മുടെ സായി 5 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ പലരും പറയുന്നുണ്ടായിരുന്നു, സായി നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ എടുത്തത്, സായി വീട് വെച്ച് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ റൂമറുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ഇവര് ഭയങ്കര അവിടെ വെച്ചിട്ട് അയ്യോ ഭയങ്കര സ്നേഹമായിരുന്നു. ചേട്ടന്മാരും അനിയത്തിയും തമ്മിൽ പിരിയാൻ വയ്യാത്ത സ്നേഹമൊക്കെ ആയിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷവും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ സ്നേഹം ഇല്ലെന്ന് തോന്നുന്നു. കാരണം ചേട്ടന്മാരെ എന്നെ അനിയത്തിനെ നൈസായിട്ട് ഒഴിവാക്കി എന്നാ തോന്നുന്നത്. അപ്പൊ അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മുടെ നന്ദന ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായി. അപ്പൊ ലൈവിൽ ഏകദേശം ഒരു 500 സംതിങ് ആൾക്കാരൊക്കെ ലൈവ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ നന്ദന എല്ലാവരുടെയും കമന്റിനൊക്കെ മറുപടി പറയുന്നുണ്ടായിരുന്നു. അപ്പോ എന്തെടുക്കുന്നു, എല്ലാവരും സുഖാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിൽ കുറെ ആൾക്കാർ കമന്റ് ആയിട്ട് ചോദിച്ചു, ചേട്ടന്മാരെവിടെ, അതായത് സായി ചേട്ടനും സിജോ ചേട്ടനൊക്കെ എവിടെ, അവരെയൊക്കെ ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതായത് ആ ലൈവിലേക്ക് ആഡ് ചെയ്യും, അല്ലെ അവരെ വിളിക്കൂന്ന് പറഞ്ഞു. അപ്പോൾ നന്ദന പറഞ്ഞു, അവരൊക്കെ ഇപ്പൊ ഭയങ്കര തിരക്കിലായിരിക്കും, നമ്മൾ എന്തിനാ അവരെ കുറിച്ച് ബുദ്ധിമുട്ടുന്നത്, സിജോ ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ സായി ചേട്ടനാണെങ്കിലും അവർ തിരക്കിലായിരിക്കും, നമ്മൾ എന്തിനാ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ഒരു പറച്ചിൽ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, എനിക്കെന്നല്ല മിക്കവർക്കും മനസ്സിലാവും. കാരണം ആ ഒരു ഷോയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബന്ധവും റിലേഷനും എല്ലാവേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാണ് വലുത്. അപ്പൊ അതിനകത്ത് അന്ന് അവൾ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ആ ഒരു പണപ്പെട്ടി ടാസ്ക് വരെയെങ്കിലും അവൾക്ക് പിടിച്ചു നിൽക്കാം, അവൾക്ക് വോട്ട് കിട്ടിയേനെ. അതുപോലെ തന്നെ അവൾക്ക് അവളുടെ ആഗ്രഹം പോലെ തന്നെ അവിടുന്ന് പണപ്പെട്ടി എടുത്ത് പുറത്തിറങ്ങിയിട്ട് അവൾക്ക് അവളുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു വീട് വെക്കുക എന്നുള്ളതായിരുന്നു. അത് സാധിക്കാമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടി ഗെയിം കളിക്കാൻ നോക്കി. അത് എന്താ പറയാ, വെറുപ്പിക്കലായിരുന്നു. അപ്പൊ പുറത്തുള്ള ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അവരങ്ങനെ നൈസായിട്ട് വോട്ടിങ്ങില് അവര് നന്ദനയ്ക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നന്ദന പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം നമ്മുടെ സിജോ പോകുന്നു. അതിനുശേഷം നമ്മുടെ കണ്ണാപ്പി, അതായത് നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജന്റ് പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നു സായി നന്ദനക്ക് ഒരു വീട് വെച്ച് കൊടുക്കും എന്നൊക്കെയാ വിചാരിച്ചിരുന്നു. പക്ഷെ അതിനുള്ള പദ്ധതിയൊന്നും കാണുന്നില്ല. കാരണം സായി പറയുന്നുണ്ട്, സായി ആ പൈസ എടുത്തുകൊണ്ട് പോകുന്നത് സായിയുടെ ആവശ്യത്തിനാണ്, അല്ലാതെ നന്ദനയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവര് 3 പേര് ഒരുമിച്ചുള്ള വീഡിയോസ് ഒന്നും തന്നെ കാണുന്നില്ല. കാരണം എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട്. അല്ലാതെ അവരെപ്പോഴും അതിനകത്ത് വെച്ച് ഇവരൊരു കൂട്ടായിരുന്നു, ഒരു ഗ്യാങ് ആയിരുന്നു എന്നൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴും അവർക്ക് നന്ദനയുടെ കൂടെ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അവരുടേതായ ലൈഫും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അല്ലാതെ ഈ നന്ദന പെങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞിട്ട് കുറെ നടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ആ സായിയുടെ ഭാര്യയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഈ നന്ദന ആയിട്ടുള്ള ആ ഒരു ഇത്. അത് ആർക്കാണേലും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇപ്പൊ നമുക്ക് പെങ്ങൾ ബന്ധം അതൊക്കെ ആവും, പക്ഷെ അത് ഓവർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അങ്ങോട്ട് അത്രയും ദഹിക്കത്തില്ല. അപ്പൊ അവരുടേത് ഭയങ്കര ഓവറായിരുന്നു വെച്ചാൽ ഭയങ്കര ഓവറായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായി. സായിക്ക് പ്രയോജനം ഉണ്ടായി. കാരണം 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് സായിയുടെ കാര്യം നോക്കി ഇറങ്ങി പോന്നു. പക്ഷെ ബാക്കി ഈ പറയുന്ന നന്ദനക്കാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല. അതേസമയം അവരവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ സിജോയ്ക്ക് ടോപ്പ് 5 എത്തായിരുന്നു. നന്ദനയ്ക്ക് ആ ഒരു പണപ്പെട്ടി ടാസ്ക് വരെയെങ്കിലും നിൽക്കായിരുന്നു. അവക്ക് ആ ഒരു തുക എടുത്തിട്ട് പുറത്തേക്ക് പോരാമായിരുന്നു. ഇതിലിപ്പോ ആ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തതില് നഷ്ടം എന്ന് പറയുന്നത് സിജോയ്ക്കും നന്ദനയ്ക്കും, ലാഭം എന്ന് പറയുന്നത് മരവാഴ സായിക്കുമാണ്. എന്തായാലും സായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ശരിക്കും അങ്ങ് എയറിലാണ്. കാരണം എല്ലാരും പുള്ളീനെ ഒരു കോമഡി പീസായിട്ടാണ് കാണുന്നത്. പുള്ളി തന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. പുള്ളി ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞ് പുറത്തെല്ലാരും വന്നു. അതൊക്കെ കഴിഞ്ഞെങ്കിലും
നമ്മുടെ സായി കൃഷ്ണയുടെ അതായത് സീക്രട്ട് ഏജന്റ് ചാനലിൽ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചുണ്ടല്ലോ, ശരിക്കും നല്ല രസമാണ്. നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പ അതുപോലത്തെ കമന്റുകളാണ് സായി കൃഷ്ണയുടെ വീഡിയോസിന്റെ താഴെയൊക്കെ വരുന്നത്. കണ്ണാപ്പി, മരവാഴ എന്നൊക്കെ വിളിച്ചിട്ട് എന്തോരം കമന്റുകളാണ്. അപ്പൊ എന്തായാലും അപ്പൊ നന്ദനക്കുട്ടി ഇപ്പോ ലൈവിൽ വന്നിട്ട് പറയുന്നത് ചേട്ടന്മാരെയൊക്കെ ഇപ്പൊ വിളിച്ച് അവര് തിരക്കിലായിരിക്കും, എന്തിനാ അവരെയൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ മനസ്സിലായി നമ്മൾ വിളിക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം സിജോയ്ക്ക് ഓൾറെഡി ഒരു കുട്ടിയായിട്ട് റിലേഷനൊക്കെ ഉണ്ട്. അവരുടെ ആ ഒരു റിലേഷൻ ഇടയ്ക്ക് ഈ പെങ്ങളുട്ടി അങ്ങോട്ട് കയറി ചെന്നാൽ ശരിയാവും. അതുപോലെ തന്നെ സായിക്കാണെങ്കിൽ സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, സ്നേഹ എന്ന് പറയുന്ന. അതിനിടക്കോട്ടി പെങ്ങളുട്ടി ഏത് നേരവും വിളിക്കുകയും ചെല്ലുകയും ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ എല്ലാം ഒരു പരിധി വരെ പറ്റത്തുള്ളൂ. അതെല്ലാം ഓവറായി പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അന്ന് അവിടെ വെച്ച് അത് ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഇവര് ഗ്യാങ് ആയിട്ട്, അതായത് സായി, സിജോ, നന്ദന, ഇവര് ഗ്യാങ് ആയിട്ട് ജിൻഡോയെ തകർക്കാൻ നോക്കി. അപ്പൊ എന്തേ, മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ട് പോയെന്ന് പറയുന്ന അവസ്ഥയായി. ഇവരെല്ലാരും കൂടെ ഗ്യാങ് കൂടി ഇരുന്ന് ജിൻഡോയെ തകർക്കാൻ നോക്കി. ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് ഇവരെല്ലാം തകർത്തിട്ട് കപ്പുമായിട്ട് നൈസായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ എന്തായാലും ഇപ്പൊ പെങ്ങളുകുട്ടിയും ഇല്ല, ആങ്ങളമാരും ഇല്ല, എല്ലാം ഓരോരോ വഴിക്കായി. അപ്പോ കുറെ പേര് കമന്റിൽ ചോദിച്ചു ഇപ്പൊ എന്താണ് പുതിയ പ്രോജക്റ്റ് ഒക്കെ എന്താണെന്ന് ചോദിച്ചപ്പോ നന്ദന പറയുന്നു, എനിക്ക് നാളെ 1-2 ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്ദനയുടെ ഏത് വീഡിയോ വന്നാലും, അതിപ്പോ ഇന്റർവ്യൂ ആയാലും എന്ത് വന്നാലും എല്ലാം എയറിലാണ്. കാരണം ഭയങ്കരമായിട്ടുള്ള ട്രോളുകളാണ് നമ്മുടെ നന്ദനക്കുട്ടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇപ്പൊ ഇന്നലെ ആ ഒരു ലൈവ് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. അപ്പൊ ബാക്കി ലൈവ് ആയിട്ട് ഇന്ന് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ലൈവ് കാണണം. എന്തൊക്കെയാണ് നമ്മുടെ പെങ്ങളുകൂട്ടി, അതായത് ആങ്ങളമാരുടെ സ്വന്തം പെങ്ങളുകൂട്ടി എന്തൊക്കെയാണ് പറയാൻ പോണേന്ന് നമുക്കറിയാം. ഇവര് ബിഗ് ബോസിലായിരുന്നപ്പോ പലരും പറയുന്നുണ്ടായിരുന്നു പെങ്ങളുകുട്ടിക്ക് ഒരു വീട് എന്നുള്ള ഒരു പദ്ധതി. അത് 8 നിലയെ പൊട്ടി. പെങ്ങളുകുട്ടിക്ക് വീടും ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ആ കുട്ടിയോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം ആ കുട്ടി അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു പണപ്പെട്ടി ടാസ്ക് വരെയെങ്കിലും എത്താമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു പണപ്പെട്ടി ടാസ്ക് വരുന്നതിന്റെ തൊട്ട് മുന്നത്തെ ആഴ്ചയാണ് ആ കുട്ടി എവിക്റ്റ് ആയി പോകുന്നത്. അപ്പൊ അവൾ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ അവൾക്ക് ആ ഒരു പണപ്പെട്ടി ടാസ്ക് വരെ നിന്നിട്ട് പണപ്പെട്ടി വരുമ്പോൾ എല്ലാവർക്കും അറിയാം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്, സ്വന്തമായിട്ട് ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളതാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരാരും എതിർപ്പ് നിൽക്കത്തില്ലായിരുന്നു. അവർക്ക് തന്നെ അവിടുന്ന് ഒരു പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോരാമായിരുന്നു. സത്യം പറഞ്ഞാൽ നന്ദനയുടെ അമ്മേനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മേനെ ആണ് ഓർമ്മ തന്നെ. കാരണം അവളുടെ അമ്മ ഒരു വീട്ടിലൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയണേ. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അമ്മ വീട്ടു ജോലിക്കൊക്കെ പോയാണ് നമ്മളും ജീവിക്കുന്നത്. എൻ്റെ അമ്മയും വീട്ടു ജോലിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയുടെ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്റെ കാര്യം തന്നെയാണ് ഓർമ്മ തന്നെ. പക്ഷെ അവളുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് മോശമായിപ്പോയി. കാരണം എല്ലാത്തിനും എടുത്തു ചാട്ടവും എന്ത് പറയണം, എങ്ങനെ പറയണം, ഒരു പക്വത ഇല്ലാത്ത ഒരു സ്വഭാവമായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ കുട്ടി ആ ഒരു ബിഗ് ബോസിൽ പോയിട്ടും അത്ര അങ്ങോട്ട് സക്സസ് ആകാതെ പോയത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആങ്ങളമാർ അവരുടെ കാര്യം നോക്കി അവർ പോയി. അവർക്കൊക്കെ എന്താ, അണ്ണന് സീക്രട്ട് അണ്ണനാണെങ്കിൽ കാറിൽ കയറി നിന്ന് വീഡിയോസ് ചെയ്ത ലക്ഷങ്ങൾ കിട്ടും. അതുപോലെ ഇനിയിപ്പോ സിജോയും യൂട്യൂബറാണ്. സിജോയും ഇനിയിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പുള്ളിക്കും പുള്ളിയുടെ വരുമാനമായി. അപ്പൊ അവരവരുടെ കാര്യം നോക്കി പോകും. ഇനിയിപ്പം നന്ദന അവക്കിനി എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലേ, രക്ഷപ്പെടട്ടെ. കാരണം അവളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വീടെന്നുള്ള സ്വപ്നം സാധ്യമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം.